മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി. 7 അൺബീറ്റൻ റണ്ണാണ് തീരുമാനമായി. ഒരു സമനില അതിൻ്റെ ഇടക്കുണ്ടായിരുന്നു, ബാക്കിയെല്ലാം വിജയമാണ്. തീർന്നു. പിന്നെ റയലിനൊരു മാച്ച് കിടപ്പുണ്ട് വരാൻ പോകുന്നത്. അതെ, നാളെ രാത്രി, അതായത് 7-ാം തീയതി രാവിലെ അർദ്ധരാത്രി 1:30 അത്രേ ഉള്ളൂ. പിന്നെ സെൽറ്റ വിഗോ ആയിട്ടാണ് മാച്ച് നടക്കാൻ പോകുന്നത്. ഓൾറെഡി ഒന്ന് വിട്ടായിരുന്നു അമ്മാര് നിങ്ങൾക്ക്. അതെ, എന്താണ് പറയാനുള്ളത്? ഈ മാച്ച് ജയിക്കുമോ? ഈ മാച്ച് ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് കുറച്ച് ആൾക്കാർ വരണം. ആൾക്കാരില്ല, കാരണം ഇഞ്ചുറി സീസൺ ആണ്. ബെല്ലിഹാം, എംബാപ്പെ, റോഡ്രിഗോ വേൾഡ് കപ്പ് കളിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ലോങ് ടൈം എടുക്കും റിക്കവർ ചെയ്ത് വരാനെന്ന് പറയുന്നുണ്ട്. പിന്നെ എംബാപ്പയുടെ കാര്യം ചിലപ്പോൾ ബെഞ്ചിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. ഈ മാച്ചിലല്ല, സിറ്റി ആയിട്ട്. പിന്നെ ഇഞ്ചുറി കാര്യം പറയുമ്പോൾ റൊണാൾഡോയ്ക്ക് 2 വീക്ക് റെസ്റ്റ് വേണം. 2-3 വീക്കാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കും ഹാംസ്ട്രിങ് തന്നെയാണ്. സോ മൊത്തത്തിൽ ഒരു ഇഞ്ചുറിയുടെ സമയം തോന്നുന്നു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസൽ മത്സരം പറയുകയാണെങ്കിൽ 10 പേരെ വെച്ചാണ് സെക്കൻഡ് ഹാഫിൽ അവന്മാർ കളിച്ചത്. 10 പേരെ വെച്ച് കളിച്ചിട്ട് പോലും യുണൈറ്റഡിന് തിരിച്ചടിക്കാൻ സാധിച്ചില്ല. അത് പറയുമ്പോഴാണ് അടുത്ത ബാഴ്സലോണയുടെ മത്സരം ന്യൂകാസലായിട്ടാണ്. ഒന്നും സംഭവിക്കില്ല. അതിന്റെ ടെൻഷനിൽ ഇന്നലെ ഒരുത്തൻ നാട്ടിൽ പോയിട്ടുണ്ട്. ഇതുവരെ കാണാനില്ല, ഇവിടെ പേടിച്ചിട്ടാന്നല്ല, എന്തോ ഡിപ്രഷനാണെന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും ചെക്കൻ തിരിച്ചു വരും. അനുസ്മരിക്കുന്നു ഈ നിമിഷത്തിൽ. ചെക്കൻ തിരിച്ചു വരും. അതെ, വരണ്ടയാണ്. നീ ഉണ്ടല്ലോ തോറ്റാലും ഉളുപ്പില്ലാതെ വരും. അവന് ആ ഒരു ഇതുണ്ട്, മനസ്സിലായില്ലേ? 2 വർഷത്തിൽ കരഞ്ഞ് തീർത്തിട്ട് വരും. അവൻ കരഞ്ഞു തീർത്തിട്ടാലും വരും. നീ ഉളുപ്പില്ലാതെ പിന്നെയും വരും. നമ്മളെപ്പോഴും സ്ട്രോങ് ആണ്. അതെ അതെ, ഇതിനെ സ്ട്രോങ് എന്നല്ല പറഞ്ഞത്, കാണ്ടാമൃഗത്തിന് തൊലി എടുത്ത് വെച്ചിരിക്കാന്ന് പറയും. അങ്ങനെ ഒരു വാക്ക് നിന്റെ ചരിത്രത്തിലില്ല. പിന്നെ മറ്റന്മാര് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസൺ തുടങ്ങി 2 മാച്ച് കഴിഞ്ഞ ഒരു പ്ലെയറിനെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒമർ പോയിട്ട് പിന്നെ പുതിയൊരു പ്ലെയർ ഫാലോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് സൈഡിൽ കൂടിയൊക്കെ ചുമ്മാ നടന്നു പോകുന്നുണ്ട്. പണ്ടൊന്നും ഇവരെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. അതെ, ഏതോ ആഫ്രിക്കക്കാരാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ മതി. ഞാൻ പണ്ട് ആയുഷധികാരെ കണ്ടിട്ട് ഓടിച്ചെന്ന് ഞാനിപ്പോ ഓർക്കുന്നത്. അവൻ പട്ടിത്താറ്റി താറ്റി വിട്ട്. ഇപ്പൊ പ്ലേയേഴ്സ് എല്ലാം ചുമ്മാ വീഡിയോ എടുത്ത് നടക്കുന്നത്. എന്ത് ചെയ്യാൻ, കാലം പോയ പോക്കേ. അതെ, ഒരു ലീഗ് പോയ പോക്കേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. അതെ, ചെക്കനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെക്കൻ ഉടനെ തന്നെ തിരിച്ചു വരും, പേടിക്കണ്ട. കമന്റ് ചെയ്യുക. പിന്നെ തച്ചോമി കളിക്കൂ, ഒരു പേര് വരും. പുള്ളിക്ക് ഞാൻ പേര് ശരിക്കുള്ള പേര് നീ ഒന്ന് പറഞ്ഞു. അങ്ങനെയല്ലടാ, കമന്റ് ബോക്സിൽ തിരുത്തിക്കോളൂ. അങ്ങനെയല്ലേ? അങ്ങനെയാ. പറഞ്ഞില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.